ഒരിക്കൽ ഒരു യാത്രാ സംഘം ദീർഘമായ ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കാതങ്ങളോളം അവർക്ക് കാൽനടയായിട്ടായിരുന്നു സഞ്ചരിക്കേണ്ടിയിരുന്നത്. ഓരോ സംഘാംഗത്തിനും ഓരോ ഭാണ്ഡക്കെട്ടുകൾ ചുമന്നുകൊണ്ട് പോകേണ്ടതുണ്ടായിരുന്നു. യാത്ര പുറപ്പെടാൻ നേരം കൂട്ടത്തിലെ ഒരു നല്ല മനുഷ്യനൊഴികെ മറ്റെല്ലാവരും ഭാരം കുറഞ്ഞ ഭാണ്ഡക്കെട്ടുകൾക്കായി തിരക്കുകൂട്ടി. അവസാനം ഭക്ഷണ സാധനങ്ങൾ നിറച്ച ഭാരമേറിയ ഒരു ചുമടാണ് ആ മനുഷ്യന് കിട്ടിയത്. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. ഭാരമേറിയ ആ ഭാണ്ഡവും ചുമന്നുകൊണ്ട് ആ നല്ല മനുഷ്യൻ വേച്ചു നടക്കുന്നത് കണ്ട് മറ്റുള്ളവർ അയാളെ പുച്ഛത്തോടെ പരിഹസിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ ആ ഭാണ്ഡവും പേറി തൻ്റെ യാത്ര തുടർന്നു. എല്ലാവരുടെ ചുമലിലും അത്യാവശ്യം ഭാരമുള്ള ഭാണ്ഡങ്ങൾ ഉണ്ടെങ്കിലും തൻ്റെ ഭാണ്ഡത്തിൻ്റെ ഭാരക്കൂടുതൽ കാരണം അയാൾ വളരെ പിന്നിലായിട്ടായിരുന്നു നടന്നിരുന്നത്. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരിടത്ത് ഭക്ഷണം കഴിക്കുവാനിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാണ്ഡത്തിൻ്റെ ഭാരത്തിൽ കാര്യമായ കുറവ് വന്നു. അപ്പോൾ അയാൾക്ക് പഴയതിലും വേഗത്തിലും എളുപ്പത്തിലും നടക്കുവാൻ സാധിച്ചു. കുറേ ദൂരം കൂടി പിന്നിട്ടപ്പോൾ അവർ വീണ്ടും ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ വീണ്ടും ഭാണ്ഡത്തിൻ്റെ ഭാരം കുറഞ്ഞു. അപ്പോൾ അയാൾക്ക് കുറെ കൂടി ആയാസരഹിതമായി നടക്കുവാൻ സാധിച്ചു. അവർ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ഭാണ്ഡത്തിൻ്റെ ഭാരവും കുറഞ്ഞുകൊണ്ടേയിരുന്നു. കുറേ ദൂരം കൂടി പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ചുമക്കുവാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അയാൾ വളരെ വേഗത്തിൽ ഊർജ്ജസ്വലനായി നടക്കുവാൻ തുടങ്ങി. എന്നാൽ നേരത്തെ അയാളെ പരിഹസിച്ചവരും കളിയാക്കി ചിരിച്ചവരുമെല്ലാം അപ്പോഴും തങ്ങളുടെ ഭാരിച്ച ഭാണ്ഡങ്ങളും ചുമന്ന് വളരെ പ്രയാസപ്പെട്ട് നടക്കുകയായിരുന്നു. ഏതൊരു കടുത്ത ഭാരവും തുടക്കത്തിൽ പ്രയാസകരമാണെന്ന് തോന്നുമെങ്കിലും സമയം കഴിയുന്നതിനനുസരിച്ച് അത് ആയാസരഹിതമായി മാറുമെന്ന സന്ദേശമാണ് ഈ കഥ പറയുന്നത്. ഭക്ഷണ സാധനങ്ങൾ നിറച്ച ഭാണ്ഡത്തിന് ഭാരം കൂടുമെന്നറിഞ്ഞുകൊണ്ട് എല്ലാവരും അതെടുക്കുവാൻ മടിച്ചു. സ്വന്തം കാര്യം വലുത് എന്ന് ചിന്തിക്കുന്നതിനാൽ ആ ഭാരത്തിൻ്റെ കാര്യത്തിൽ അവർക്കൊട്ടും ദീർഘവീക്ഷണമില്ലായിരുന്നു. താരതമ്യേന ഭാരം കുറഞ്ഞ ഭാണ്ഡങ്ങളെടുത്ത അവരുടെ സ്ഥിതി പിന്നീട് വളരെ മോശമായി. പലരും ജീവിതത്തിലും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ വിമുഖത കാണിക്കുന്നവരാണ്. എന്നാൽ ശരീരത്തിനും മനസ്സിനും ശക്തിയും ആരോഗ്യവുമുള്ളപ്പോൾ വലിയ ഭാരങ്ങളെടുക്കുവാൻ തയ്യാറായാൽ തുടർന്നുള്ള യാത്ര സുഗമവും ക്ലേശരഹിതവുമായിരിക്കും. അവർക്ക് ജീവിതത്തിൻ്റെ ഒരു ഘട്ടം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതം പ്രയാസരഹിതമായിരിക്കും. ആരോഗ്യമുള്ളപ്പോൾ വലിയ ഭാരങ്ങൾ ചുമക്കുവാൻ മടി കാണിക്കാത്തവർക്ക് ആരോഗ്യം ക്ഷയിക്കുന്ന കാലത്ത് ജീവിതം ഒരിക്കലും ഒരു ഭാരമാവുകയില്ല.